മലേഷ്യയിലെ ഞങ്ങളുടെ ഡേ 1 ഐറ്റിനറി ആണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ മോർണിംഗ് ഏകദേശം ഒരു 8:30 കൂടിയിട്ട് എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു 11 നമ്മുടെ ഗൈഡ് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളെടുത്ത അപ്പാർട്ട്മെൻറ്റിൽ ചെക്ക് ഇൻ ടൈം വരുന്നത് 3 PM അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് പുത്രജയ എന്ന് പറഞ്ഞൊരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ട് പോകാനാണ് പ്ലാന്. അപ്പോൾ അങ്ങനെ നമ്മൾ പുത്രജയയിലെത്തി. ഈ കാണുന്നത് അവിടുത്തെ മിനിസ്റ്ററുടെ ഓഫീസാണ്. പുത്ര എന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ പോയ ടൈമിലാണെങ്കിൽ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക ടൈമൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തില്ല. അവിടെ നിന്ന് വേഗം തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ വേഗം പുത്ര മോസ്ക് കാണാനായിട്ട് പോയി. പുത്ര മോസ്കും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ പുത്ര മോസ്ക്. ഇതിന് പിങ്ക് മോസ്ക് എന്നും പറയും. അവിടെ നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബ്രിഡ്ജും ലേക്കൊക്കെ ഉണ്ട്. അവിടെ എല്ലാം നല്ല സീനറിയാണ്, നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ. പിന്നെ അവിടെ നിന്ന് വേഗം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നേരെ ഞങ്ങൾ റൂമിലോട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത അപ്പാർട്ട്മെൻറ്റ്. ഇത് സൺവേ വെലോസിറ്റി റെസിഡൻസിൻ്റെ 2 BHK അപ്പാർട്ട്മെൻറ്റാണ്. അപ്പാർട്ട്മെൻറ്റ് നല്ല അടിപൊളി അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ തന്നെ നല്ല വ്യൂ ആയിരുന്നു. കാരണം നമുക്ക് കോലാലംപൂർ സിറ്റിയിലെ ഓൾമോസ്റ്റ് എല്ലാ ടവേഴ്സും അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. റൂമിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് പിന്നെ രാത്രിയാണ് ഞങ്ങൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയത്. രാത്രി ഞങ്ങൾ പോകുന്നത് ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ്, ബുക്കിറ്റ് പെൻടാങ്ങിൽ. അവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ നിന്ന് ഒരു 20 minutes ഡ്രൈവേ ഉള്ളൂ അവിടേക്ക്. പക്ഷെ ഞങ്ങളൊരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. കാരണം നല്ല ട്രാഫിക്കായിരുന്നു. അവിടെ ശരിക്കും ഒരു നൈറ്റ് ലൈഫാണ്. കാരണം ഒരുപാട് ഫുഡ് സ്റ്റാൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പല ടൈപ്സ് ഓഫ് ഫുഡ് ഉണ്ട്. കുറേ ടൈപ്സ് ജ്യൂസസും സ്നാക്സും ഒക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. ഇറക്കിയാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഫുഡൊന്നും വേണ്ട, ഒരു ബലൂൺ മാത്രം മതി. ആ ബലൂൺ കിട്ടിയോട് കൂടിയിട്ട് അവള് ഹാപ്പിയായി. ഞങ്ങൾ അവിടുന്ന് ഫസ്റ്റ് ട്രൈ ചെയ്തത് ചിക്കൻ പോപ്കോണും പിന്നെ കൂന്തളും ആയിരുന്നു. ചിക്കൻ പോപ്കോൺ കുട്ടികളൊക്കെ കഴിച്ചു. കൂന്തൾ അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. നല്ല വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ ഫുഡ് സ്റ്റാളുകളുണ്ട്. പിന്നെ നല്ല തിരക്കും. ഞങ്ങൾ ഒരു അറ്റം എത്തില്ല എന്ന് തന്നെ പറയാം. ഏകദേശം പകുതിയോളം ഞങ്ങൾ പോയുള്ളൂ. അതിനുശേഷം ഞങ്ങൾ ടങ്കുലോ മാംഗോ സ്റ്റിക്കി റൈസ് ഇത് രണ്ടും ട്രൈ ചെയ്തു. അത് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹാനി റൂമിലെത്തിയിട്ട് ഉറങ്ങാത്ത കാരണം അവിടെ ടേബിളിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഡിന്നറെല്ലാം കഴിച്ച് നേരെ തിരിച്ച് റൂമിലോട്ട് പോയി.